ഖത്തറിലെ സ്കൂളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ ടൈമിൽ എന്തൊക്കെയാണ് അഡ്മിഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ എന്തൊക്കെയാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ വേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണണേ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഡെഡിക്കേഷനോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എന്തെന്ന് പറഞ്ഞാൽ ഖത്തറിലെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. നല്ല ബുദ്ധിമുട്ടിയാലും നമുക്ക് മക്കൾക്ക് അഡ്മിഷൻ അവിടെ കിട്ടത്തുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം, അതായത് 2025 എന്റെ അപ്പാർട്ട്മെന്റിലുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും കൂടെ ചെന്നായിരുന്നു. ആ ഒരു ടൈമിലാണ് ഇത് എത്രത്തോളം പാട് പിടിച്ചുള്ള ഒരു ഏർപ്പാടാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ ബുദ്ധിമുട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. ആദ്യം തന്നെ നിങ്ങൾ ചേർക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് നമുക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അപ്പൊ കുട്ടികൾ ഈ ഇന്റർവ്യൂ പാസ് ആയാലാണ് നമുക്ക് അഡ്മിഷന്റെ ബാക്കി പ്രോസസ് ഒക്കെ നടക്കാൻ. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പേടിക്കാനായിട്ടൊന്നുമില്ല. ഇപ്പൊ KG1 ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ. പിന്നെ ഹൈ ആയിട്ടുള്ള ഗ്രേസുകളാണെങ്കിലാണ് ഈ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാറുള്ളത്. ഫീ സ്ട്രക്ചർ നോക്കുമ്പോൾ 3 ടേംസിലായിട്ടാണ് ഇവർ ഫീ കളക്ട് ചെയ്യാറുള്ളത്. ഓരോ സ്കൂൾ അനുസരിച്ച് എമൗണ്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. മിനിമം KG-ക്കൊക്കെ ആണെങ്കിൽ, അതായത് KG1-നൊക്കെ ആണെങ്കിൽ ഒരു 3000 ഒക്കെ ആയിരിക്കും ഫീ വരുന്നത്. ഇത് കൂടാതെ തന്നെ അഡ്മിഷൻ ഫീ, ഡെപ്പോസിറ്റ് ഫീ, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ബുക്സിനെല്ലാം സെപ്പറേറ്റ് ഫീകളായി. അഡ്മിഷൻ ഫീ ഒക്കെ വരുന്നത് ഒരു 200 ഖത്തർ റിയാൽ, ഡെപ്പോസിറ്റ് ഒരു 1000, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അണ്ടർ 1500 ആയിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ആഡ് ആക്കിയാൽ മതി. പിന്നെ ഓരോ സ്കൂൾ അനുസരിച്ച് ഈ എമൗണ്ടിൽ ചേഞ്ച് വന്നേക്കാം. ഇനി ഓരോ ക്ലാസ്സിൽ ചേർക്കുന്നതിനും ഏജ് ലിമിറ്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികളുടെ പ്രായം അതിനനുസരിച്ചാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അതായത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അഡ്മിഷൻ ടൈമിൽ വേണ്ടത്, അതുപോലെ എങ്ങനെയാണ് സ്കൂളുകൾ സെലക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് കുറഞ്ഞ ഫീസുകളുള്ള സ്കൂളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ഖത്തർ റിലേറ്റഡ് വീഡിയോസിനായിട്ട് എന്റെ അക്കൗണ്ട് ഫോളോ ആക്കി ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്ത് യൂസ്ഫുൾ ആവുന്നവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്യണേ.